പ്രിയപ്പെട്ട സഹാക്കളെ, സുഹൃത്തുക്കളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന മാർക്സിസ്റ്റ് പാഠശാലയുടെ ആഭിമുഖ്യത്തിലുള്ള മൂന്നാമത് ക്ലാസ് സമാരംഭിക്കുകയാണ്. ആദ്യത്തെ ക്ലാസ് എന്ന നിലയ്ക്ക് മാർക്സിസ്റ്റ് പദാവലിയെ പരിചയപ്പെടുത്തുകയുണ്ടായി. രണ്ടാമത്തെ ക്ലാസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമാണ് പറഞ്ഞത്. മൂന്നാമത്തെ ക്ലാസ് എന്ന് പറയുന്നത് പാർട്ടി പരിപാടിയാണ്. ഇതിനോടൊപ്പം തന്നെ പാർട്ടി സംഘടനയെ സംബന്ധിച്ച് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി അജയകുമാറും പാർട്ടി സംഘടനയും വർഗ ബഹുജന സംഘടനകളെ സംബന്ധിച്ച് പാർട്ടി ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആനാവൂർ നാഗപ്പനും ഇതിന് സമാന്തരമായി അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ക്ലാസുകൾ കൈകാര്യം ചെയ്ത് പോവുകയാണ്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി പരിപാടി എന്ന വിഷയം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ എപ്പിസോഡിലൂടെ ശ്രമിക്കുന്നത്. ലോകത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഒരു പരിപാടിയുണ്ട്. അത് ചെറിയ പാർട്ടി ആയാലും ശരി, വലിയ പാർട്ടി ആയാലും ശരി, എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും നിശ്ചിതമായ ഒരു പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇതര രാഷ്ട്രീയ പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും വേറിട്ട് നിൽക്കുന്നത് ഈ പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ്. ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ സ്ഥിരം പറയുന്നത് പോലെ ഇതൊരു സാർവദേശീയ പ്രസ്ഥാനമാണ്. ലോകത്തെല്ലായിടത്തും പ്രവർത്തിക്കുന്നതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷേ എല്ലാ രാജ്യങ്ങളിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപോലെയാണോ, ഒരുപോലെ സ്വാധീനമുള്ളതാണോ, ഒരുപോലെ ശക്തിയുള്ളതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു അവകാശവാദമൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല. എങ്കിലും ചില രാജ്യങ്ങളിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണകക്ഷിയാണ്. ചില രാജ്യങ്ങളിൽ ശക്തമായ പ്രതിപക്ഷമാണ്. ചില രാഷ്ട്രങ്ങളിൽ നാമമാത്രമായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പം അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കൂട്ടിക്കെട്ടുന്നൊരു ചരടുണ്ട്. ആ ചരട് എന്ന് പറയുന്നത് തൊഴിലാളി വർഗത്തിൻ്റെ കലയും ശാസ്ത്രവുമാകുന്ന മാർക്സിസം ലെനിനിസമാണ്. ആ മാർക്സിസം ലെനിനിസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അതാത് പാർട്ടികളുടെ പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ആ പാർട്ടി പരിപാടി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആവിഷ്കരിച്ചിരിക്കുന്ന, അംഗീകരിച്ചിരിക്കുന്ന പാർട്ടി പരിപാടിയെ സംബന്ധിച്ചാണ് ഈ ക്ലാസ്സിലൂടെ ഞാൻ പ്രതിപാദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എന്താ ഈ പരിപാടി എന്ന് പറഞ്ഞാൽ? പരിപാടി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനു പ്രവർത്തിക്കുന്നു ഒരു രാജ്യത്തിൽ, അത് പറയലാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ലക്ഷ്യം എന്താണ്, ആ ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന പ്രവർത്തനം എന്താണ്, ഇതെല്ലാം പ്രതിപാദിക്കുമ്പോൾ പരിപാടിയാവും. പക്ഷേ ഇത്തരത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി സംഘടിപ്പിക്കുന്ന ഗൗരവതരമായ ഒരു ക്ലാസ്സിൽ പരിപാടി എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ച് പോയാൽ പോരാ. പരിപാടി എന്നതിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ നിർവചനമുണ്ട്. പരിപാടിയിലൂടെ ഞങ്ങൾ നിർവഹിക്കാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊരു ക്ലിപ്തതയുണ്ട്. അതങ്ങനെ തന്നെ പറയുക എന്നതാണ് ഈ ക്ലാസ്സിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ, ഒറ്റ വാക്യത്തിൽ ഉത്തരം എഴുതി ഒരു മാർക്കാണ് കിട്ടുന്നതെങ്കിൽ ജനകീയ ജനാധിപത്യ വിപ്ലവം പൂർത്തീകരിക്കുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പരിപാടി എന്ന് ഒറ്റ വാക്യത്തിൽ പറയാം. ഒന്നുകൂടെ പറയാം, ജനകീയ ജനാധിപത്യ വിപ്ലവം പൂർത്തീകരിക്കുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പരിപാടി. അതവിടെ ഇരുന്നോട്ടെ. ഇനി എന്താ പരിപാടി? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആ പരിപാടിയിലൂടെ നിർവഹിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, വിപ്ലവത്തിൻ്റെ ഘട്ടം നിർണ്ണയിക്കണം. 2, വിപ്ലവത്തിൻ്റെ തന്ത്രം ആവിഷ്കരിക്കണം. 3, വിപ്ലവത്തിൻ്റെ സ്വഭാവം തീരുമാനിക്കണം.
ഇതാണ് പാർട്ടി പരിപാടിയിലൂടെ നമ്മൾ നിർവഹിക്കാൻ പോകുന്നത്. ഒന്ന്, വിപ്ലവത്തിൻ്റെ ഘട്ടം നിർണ്ണയിക്കണം. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു കാര്യം ബോധ്യമാവും, വിപ്ലവത്തിന് വ്യത്യസ്തങ്ങളാകുന്ന ഘട്ടങ്ങളുണ്ട്, വ്യത്യസ്തമാകുന്ന സ്റ്റേജുകളുണ്ട്, വ്യത്യസ്തമാകുന്ന തറകളുണ്ട് എന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. രണ്ട്, വിപ്ലവത്തിൻ്റെ തന്ത്രം ആവിഷ്കരിക്കണം. തന്ത്രം എന്താണെന്ന് മാർസിയൻ പദാവലിയിൽ ആദ്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പോയി, ഇത് വേറെ ക്ലാസ് ആയതുകൊണ്ട് അതുകൂടെ ഞാൻ പറഞ്ഞേക്കാം. അപ്പോൾ രണ്ടാമത്തെ ചുമതല വിപ്ലവത്തിൻ്റെ തന്ത്രം ആവിഷ്കരിക്കുക എന്നതാണ്. മൂന്നാമത്തേതോ വിപ്ലവം 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ വിപ്ലവത്തിൻ്റെ സ്വഭാവം എന്തെന്ന് പറയണ്ടേ? അതാണ് വിപ്ലവത്തിൻ്റെ സ്വഭാവം തീരുമാനിക്കണമെന്ന് പറഞ്ഞേ. അപ്പോൾ പാർട്ടി പരിപാടി നിർവഹിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഗുളിക രൂപത്തിൽ ഞാൻ പറയുകയാണ്. ഇപ്പോൾ എല്ലാം ക്യാപ്സൂൾ പരുവാണ്. ഒന്ന്, വിപ്ലവത്തിൻ്റെ ഘട്ടം നിർണ്ണയിക്കുക. 2, വിപ്ലവത്തിൻ്റെ തന്ത്രം ആവിഷ്കരിക്കുക. 3, വിപ്ലവത്തിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുക. ഈ 3 കാര്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ പരിപാടിയിലൂടെ നിർവഹിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിപ്ലവത്തിൻ്റെ ഘട്ടം നിർണ്ണയിക്കുക, വിപ്ലവത്തിൻ്റെ തന്ത്രം ആവിഷ്കരിക്കുക, അതുപോലെ വിപ്ലവത്തിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുക. ഇതാണ് നമ്മുടെ പാർട്ടി പരിപാടിയിലൂടെ നമ്മൾ നിർവഹിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ വിപ്ലവത്തിൻ്റെ ഘട്ടവും വിപ്ലവത്തിൻ്റെ തന്ത്രവും വിപ്ലവത്തിൻ്റെ സ്വഭാവമാണ് നിർണ്ണയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഇടത്തെ സംബന്ധിച്ച്, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ ഭൂമിയെ സംബന്ധിച്ച്, ഈ രാഷ്ട്രത്തെ സംബന്ധിച്ച് കുറച്ചെങ്കിലും ഒരു ധാരണ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. എന്താ ഇന്ത്യയുടെ അവസ്ഥ? പണ്ടുകാലം മുതലേ, മാർക്കോ പോളോയുടെ എല്ലാം കാലം മുതൽ ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്, വലിയ വലിയ എക്കണോമിസ്റ്റുകളല്ല ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇന്ത്യ ഈസ് റിച്ച് ബട്ട് ഇന്ത്യൻസ് ആർ പുവർ എന്നാണ്. ഇന്ത്യ സമ്പന്നമാണ്, പക്ഷേ ഇന്ത്യക്കാർ ദരിദ്രന്മാരാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ത്യ എങ്ങനെയാ സമ്പന്നം? ഇവിടെ പ്രകൃതി വിഭവങ്ങളെല്ലാം സുലഭമായി ഉണ്ട്. ഇവിടെ ഇരുമ്പുണ്ട്, ഉരുക്കുണ്ട്, കാർഷിക വിളകളുണ്ട്, നാണ്യ വിളകളുണ്ട്. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഇന്ത്യ സമ്പന്നമാണ് ഒരു വശം. മറുവശം ചരിത്രമെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ പഞ്ചാബിലെ സുവർണ ക്ഷേത്രം, സോമനാഥ ക്ഷേത്രം, ഈ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ സ്വർണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളെന്നാണ്. ഒരുപാട് സ്വർണം, ഭണ്ഡാരങ്ങൾ, ഉരുപ്പടികൾ നമ്മുടെ എല്ലാ അമ്പലങ്ങളിൽ കുന്നുകൂട്ടി വച്ചിരിക്കുന്നു എന്നല്ലേ ഞാൻ നിങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വിലയേറിയ ദൈവം അല്ലെങ്കിൽ വിഗ്രഹ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തുള്ള പത്മനാഭസ്വാമി ക്ഷേത്രമല്ലേ. ആ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭണ്ഡാരങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന ധനത്തിൻ്റെ അളവ് എത്രയാണെന്ന് നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ. ഒരു നിലവറ തുറന്നു, എണ്ണി പൂർത്തിയായിട്ടില്ല. മറ്റ് നിലവറകൾ ഇതുവരെയായി തുറന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സമ്പത്താണ്, ഏതെങ്കിലും കുടുംബത്തിൻ്റെ സമ്പത്തല്ല. അങ്ങനെ ഇന്ത്യ സമ്പന്നമാണ്, പക്ഷേ ഇന്ത്യക്കാർ ദരിദ്രന്മാരാണ്. ആ ഇന്ത്യയിലെ സമ്പത്തിനെ കൊള്ളയടിക്കുക എന്നത് എക്കാലത്തും വിദേശ രാഷ്ട്രത്തലവന്മാരുടെ ഒരു ലക്ഷ്യമായിരുന്നു. ഇന്ത്യയിലെ സമ്പത്തിനെ ഏത് തരത്തിലും കവർന്നെടുക്കുക, കൊള്ളയടിക്കുക എന്നത് വിദേശ രാഷ്ട്രത്തലവന്മാരുടെ ലക്ഷ്യമായിരുന്നു. നമ്മൾ പണ്ട് കാലങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ഇംഗ്ലീഷ്, ഹിന്ദി സിനിമയെല്ലാം കാണുമ്പോൾ കൊള്ളക്കാരന്മാർ മേശപ്പുറത്ത് ഇങ്ങനെ വേൾഡ് മാപ്പെല്ലാം നിവർത്തിയിട്ട് അവർ പോകേണ്ടുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് മാർക്ക് ചെയ്ത് അതിൻ്റെ റൂട്ടെല്ലാം കണ്ടുപിടിക്കുന്നത് ഞാനും നിങ്ങളും സിനിമയിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ അവർക്ക് അന്ന് ലഭ്യമായിരുന്ന വേൾഡ് മാപ്പെല്ലാം നിവർത്തിയിട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഭൂപടത്തിലേക്ക്, ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിലേക്ക് വന്നെത്താൻ വേണ്ടിയുള്ള വഴികളാണ് അവരന്ന് ആലോചിച്ചു കൊണ്ടിരുന്നത്. അന്നത്തെ അവസ്ഥ എന്താ? അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതുപോലെ റോഡ് ഗതാഗതമില്ല, റെയിൽ ഗതാഗതമില്ല, ആകാശ മാർഗേയുള്ള യാത്രകളില്ല, ഈ യാത്രാ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഉള്ളതെന്താ? ഉള്ളത് പരന്നു കിടക്കുന്ന, വിസ്തൃതമായി കിടക്കുന്ന അഗാധതകളുള്ള സമുദ്രം മാത്രമല്ലാതെ വേറൊരു മാർഗവും ഇല്ല. അപ്പോൾ സമുദ്രത്തെ ഉപയോഗിച്ചുകൊണ്ട് അവർ ലക്ഷ്യം വയ്ക്കുന്ന രാഷ്ട്രങ്ങളിൽ എത്തുക എന്നതായിരുന്നു ലക്ഷ്യം. അങ്ങനെയാണ് വാസ്കോ അതിനു മുമ്പ് കൊളംബസ് വന്നിരുന്നു. കൊളംബസ് ഇന്ത്യ കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ.
അമേരിക്ക വെസ്പൂസ് ഇന്ത്യ കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ? അതിൻ്റെ ഏറ്റവും വലിയ റിസൾട്ടാണ് വാസ്കോഡി ഗാമ ഇന്ത്യയിൽ വന്നെത്തുന്നത്. അതോടുകൂടിയാണ് അധിനിവേശം തന്നെ ആരംഭിക്കുന്നത്. അത് മറ്റൊരു വിഷയമായതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും വാസ്കോഡി ഗാമ കേരളത്തിൽ കോഴിക്കോട് വന്നതോടുകൂടി അധിനിവേശം ആരംഭിക്കുന്നു. ഡച്ചുകാർ ഭരിച്ചു, പോർട്ടുഗീസുകാർ ഭരിച്ചു, ഫ്രഞ്ചുകാർ ഭരിച്ചു, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ചു. അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാരൻ ഇന്ത്യ ഭരിച്ചു. ആ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്നത് 1857 ശേഷമാണ്. 1857 നമ്മുടെ രാജ്യത്ത് ആദ്യമായൊരു സ്വാതന്ത്ര്യ സമരം അരങ്ങേറുന്നത്. അന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊന്നുമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലും രൂപം കൊണ്ടില്ല. പക്ഷേ സൈന്യത്തിലുണ്ടായിരുന്ന ആൾക്കാർ കലാപത്തിന് മുതിർന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരൻ, അവരുടെ ചരിത്ര പണ്ഡിതന്മാർ, പ്രചാരകന്മാർ പറഞ്ഞത് ഇത് ശിപായിമാർ നടത്തിയ ലഹളയാണ്, ശിപായി ലഹള എന്ന ആക്ഷേപിച്ചേ. പക്ഷെ അത് ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരമായിരുന്നു 1857. ആ സമരത്തെ അടിച്ചമർത്തി. ആ സ്വാതന്ത്ര്യ സമരം, ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ ശിപായിമാരെ, പട്ടാളത്തിലെ ശിപായിമാരാണ് അണിനിരന്നതെങ്കിലും ഇന്ത്യൻ ഗ്രാമങ്ങളിലെല്ലാം അതിൻ്റേതാകുന്ന അലയൊലി ഉയർന്നു വന്നിരുന്നു. എന്തായാലും ആ സമരത്തെ ചോരയിൽ മുക്കിക്കൊന്നു. 1957 ആ സമരത്തെ ചോരയിൽ മുക്കിക്കൊന്നെങ്കിലും അന്ന് നമ്മുടെ രാഷ്ട്രത്തിലെ ബ്രിട്ടീഷുകാരൻ്റെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അലൻ ഒക്ടോവിയ ഹ്യൂം, ഏവോ ഹ്യൂം. അയാൾ ഇവിടുത്തെ കളക്ടറാണ്. സമരത്തെ അടിച്ചമർത്തി. അതിനുശേഷവും 1857 ശേഷം 25 വർഷം ഏവോ ഹ്യൂം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരൻ്റെ ഉദ്യോഗസ്ഥനായി പണിയെടുത്തു. 25 വർഷം. 1857 25 കൂട്ടിയ 82 1882. 1882 ഏവോ ഹ്യൂം റിട്ടയർ ചെയ്യുകയാണ്. 82 ഏവോ ഹ്യൂം റിട്ടയർ ചെയ്യുമ്പോൾ അയാൾ ഇന്ത്യയിലെ ഓരോ ജില്ലകളെ സംബന്ധിച്ചും വ്യക്തമായൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. എന്താ റിപ്പോർട്ട്? ഇന്ത്യയിലെ ഗ്രാമങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, ഇന്ത്യയിലെ കർഷകരുടെ നിലപാടെന്ത്, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ഇന്ത്യക്കാർ അനുവർത്തിച്ചു വരുന്ന മനോഭാവം എന്ത്, ഇതൊക്കെയാണ് അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്നത്. 1882 അദ്ദേഹം പെൻഷൻ പറ്റുന്നു. ഇന്ത്യയുടെ അവസ്ഥയെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് അദ്ദേഹം തയ്യാറാവുന്നു. അന്ന് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന ഡെഫ്രിൻ, ആ ഡെഫ്രിൻ്റെ അടുത്ത് ഇദ്ദേഹം റിപ്പോർട്ടുമായി പോകുന്നു. അദ്ദേഹം പറഞ്ഞു, ഡെഫ്രിനോട് പറഞ്ഞു, ഇന്ത്യ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പുകയുന്ന അഗ്നിപർവ്വതങ്ങളാണ്, ആ അഗ്നിപർവ്വതങ്ങളിൽ വെള്ളമൊഴിക്കണം. അങ്ങനെയാണ് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യയിൽ പിറവിയെടുക്കുന്നത്. 1885. അതും കഴിഞ്ഞ് 1917 ആയപ്പോഴേക്കും റഷ്യയിൽ വിപ്ലവം നടക്കുന്നു. റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നു. ആ റഷ്യൻ വിപ്ലവത്തിൻ്റെ അനുരണനം എന്ന നിലയ്ക്ക് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നു. 1920 ആയപ്പോഴേക്കും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു ഘടകം താഷ്കൻഡിൽ വെച്ച് രൂപീകരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഞാൻ സവിസ്തരമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രതിപാദനത്തിലേക്ക് പോകുന്നില്ല. ഒരു വാക്യം മാത്രമേ അവിടെ തറപ്പിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്നത്, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത് 1920 ഒക്ടോബർ മാസം 17 താഷ്കൻഡിൽ വെച്ചാണ്. അപ്പോൾ എന്താ നമ്മുടെ പരിപാടി? അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞേ. 1920 ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി താഷ്കൻഡിൽ വെച്ച് രൂപം കൊള്ളുമ്പോൾ നമുക്കൊരു പരിപാടിയുണ്ടോ? എന്താ നമ്മുടെ ലക്ഷ്യം? ആ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി നമ്മൾ നടത്തേണ്ടുന്ന സമരമെന്ത്? ഒരെത്തും പിടിയുമില്ല. അപ്പോഴാണ് 1920 അവസാനമായപ്പോൾ സഹാവ് ലെനിൻ നേതൃത്വം കൊടുത്തുകൊണ്ട്, അന്ന് ലോകത്തിൻ്റെ അവസ്ഥ നമുക്കറിയാലോ. ലോകത്തിൻ്റെ അവസ്ഥ 1920 എന്ന് പറഞ്ഞാൽ ലോകത്തിലെ കുറേയേറെ രാഷ്ട്രങ്ങൾ ബ്രിട്ടീഷുകാരൻ്റെ കോളനിയായിരുന്നു. കുറേയേറെ രാഷ്ട്രങ്ങൾ. ആ ബ്രിട്ടൻ്റെ കോളനിയായി കഴിയുന്ന മിക്കവാറും രാജ്യങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ സംബന്ധിച്ചാണ് ഒരു പരിപാടി ആവിഷ്കരിക്കേണ്ടത്. അങ്ങനെ ബ്രിട്ടൻ്റെ കോളനികളായി കഴിഞ്ഞിരുന്ന രാഷ്ട്രങ്ങളിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ യോഗമാണ് 1920 അവസാനം സഹാവ് ലെനിൻ നേതൃത്വം കൊടുത്തുകൊണ്ട് വിളിച്ചു ചേർക്കുന്നത്.
ഇന്ത്യയിൽ നിന്ന് എം.എൻ. റോയ് പങ്കെടുത്തിരുന്നു. എം.എൻ. റോയിയാണ് ക്ഷണിച്ചിരുന്നത്. എം.എൻ. റോയ് പോയി. ആ സമ്മേളനത്തിൽ സഹ ലെനിൻ അദ്ദേഹത്തിൻ്റെ തീസിസ് പ്രമേയം അവതരിപ്പിക്കുകയാണ്. കോളനികളായി കഴിയുന്ന രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉയർത്തേണ്ടുന്ന മുദ്രാവാക്യം എന്തെല്ലാം? ഒന്ന്, സാമ്രാജ്യത്വ വിരുദ്ധ സമരം സംഘടിപ്പിക്കണം. സാമ്രാജ്യത്വ വിരുദ്ധ സമരം എന്ന് പറഞ്ഞാൽ ബ്രിട്ടനാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന, ബ്രിട്ടന്റെ കോളനികളാണ് രാജ്യങ്ങളെല്ലാം. ആ ബ്രിട്ടനെതിരായ സമരം ഉയർത്തിക്കൊണ്ടുവരണം. അതാണ് ഒന്നാമത്തെ പരിപാടി. രണ്ടാമത്തെ പരിപാടിയായി സഹ ലെനിൻ പറഞ്ഞത്, ആ കാലഘട്ടത്തിൽ ലോക രാഷ്ട്രീയ രംഗത്ത് നിലവിലിരിക്കുന്ന വ്യവസ്ഥിതി എന്ന് പറയുന്നത് ജന്മിത്വമാണ്, നാടുവാഴിത്തമാണ്, ഫ്യൂഡലിസമാണ്. അപ്പം ആ ഫ്യൂഡലിസത്തിൻ്റെ വേറിറക്കണം. അപ്പോൾ രണ്ട് പരിപാടിയാണ് 1920 അവസാനം ലെനിൻ്റെ നേതൃത്വത്തിൽ ചേർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമ്മേളനം അവലംബിച്ചത്. ഒന്ന്, സാമ്രാജ്യത്വ വിരുദ്ധ സമരം സംഘടിപ്പിക്കണം. രണ്ട്, ജന്മിത്വത്തിൻ്റെ വേറിറക്കാൻ വേണ്ടിയുള്ള സമരങ്ങൾ സംഘടിപ്പിക്കണം. സന്ദർഭവശാൽ ഒരു കാര്യം കൂടെ പറഞ്ഞു പോകേണ്ടുന്നത്, ആ സമ്മേളനത്തിൽ പങ്കെടുത്ത എം.എൻ. റോയ് ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു പ്രമേയം കൂടെ അവതരിപ്പിച്ചു. എം.എൻ. റോയ് പറഞ്ഞു, ഈ രണ്ട് സമരമുഖത്തിനോടൊപ്പം മറ്റൊരു സമരമുഖം കൂടി വേണം. അതെന്താ? അത് മുതലാളിത്തത്തിനെതിരായ സമരമായിരിക്കണം. അപ്പം അതിനെ തള്ളിക്കളഞ്ഞു. ലെനിൻ വിശദീകരണം കൊടുത്തുകൊണ്ട് പറഞ്ഞു, മുതലാളിത്തം പിച്ച വച്ച് തുടങ്ങിയതേ ഉള്ളൂ. ആ മുതലാളിത്തത്തെ കൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്തെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫ്യൂഡലിസത്തിനെതിരായ സമരം സംഘടിപ്പിക്കാമെന്നാണ് ആ പ്രമേയം പാസാക്കിയതും ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമ്മേളനം അംഗീകരിച്ചതും. ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് 1920 മുതൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം ആരംഭിച്ചത്. അപ്പം 1920 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുമ്പോൾ അതിനൊരു പരിപാടി വേണം. ആ പരിപാടി എന്ന് പറയുന്നത് 1920 അവസാനം ലെനിൻ്റെ നേതൃത്വത്തിൽ ചേർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമ്മേളനം അവലംബിച്ച പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലും സമരരംഗത്ത് വന്നു. ആ രണ്ട് മുദ്രാവാക്യങ്ങളിൽ ഒന്ന് സാമ്രാജ്യത്വ വിരുദ്ധ സമരമാണ്, മറ്റൊന്ന് ഫ്യൂഡലിസത്തിനെതിരായ സമരമാണ്. ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നത്. അപ്പം നമ്മൾ വീണ്ടും പരിപാടിയിലേക്ക് വരികയാണ്. നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടുന്നത് വിപ്ലവത്തിൻ്റെ ഘട്ടം നിർണ്ണയിക്കുക. എന്താണ് വിപ്ലവത്തിൻ്റെ ഘട്ടം? 947 വരെയുള്ള സമരത്തിൻ്റെ ഘട്ടമാണ് ഞാൻ ഈ പറഞ്ഞേ. രണ്ട് മുദ്രാവാക്യം ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് സാമ്രാജ്യത്വ വിരുദ്ധ സമരവും മറ്റൊന്ന് ഫ്യൂഡലിസത്തിനെതിരായ സമരവും. ഈ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോയത്. നമുക്കറിയാം, 1947 ആയപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞാൽ വിപ്ലവത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടം പൂർത്തിയാവുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അടുത്ത ക്ലാസ്സുകളിൽ പറയും. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിപ്ലവത്തിൻ്റെ ഘട്ടം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ ഘട്ടം പൂർത്തിയായി എന്ന് പറഞ്ഞാൽ ദേശീയ സ്വാതന്ത്ര്യം നേടിയെടുത്തു. സാമ്രാജ്യത്വ വിരുദ്ധ സമരം നമ്മൾ വിജയിപ്പിച്ചു. ഇന്ത്യയെ കോളനിയായി അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാരെ ഈ രാജ്യത്തിൽ നിന്ന് ആട്ടി ഓടിക്കാൻ നമുക്ക് കഴിഞ്ഞു. അങ്ങനെ വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടം നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത് പാർട്ടി പരിപാടിയിലൂടെ നമ്മൾ നിർവഹിക്കുന്നത് വിപ്ലവത്തിൻ്റെ ഘട്ടം നിർണ്ണയിക്കണം. അപ്പോൾ ഒന്നാം ഘട്ടം പൂർത്തിയായി. രണ്ടാം ഘട്ടത്തിലേക്ക് ജനകീയ ജനാധിപത്യ വിപ്ലവം പൂർത്തീകരിക്കുക എന്ന് പറയുന്ന രണ്ടാമത്തെ ഘട്ടത്തിലൂടെ നമ്മൾ നീങ്ങുകയാണ്. അടുത്ത എന്താ? പാർട്ടി പരിപാടിയുടെ ലക്ഷ്യം തന്ത്രം ആവിഷ്കരിക്കണം. എന്താ തന്ത്രം? മാർക്സിസ്റ്റ് പദാവലിയിൽ ഞാൻ നന്നായി പറഞ്ഞതാണ് തന്ത്രവും അടവും. തന്ത്രം എന്ന് പറയുന്നത് ലക്ഷ്യം തന്നെയാണ്. ഈ തന്ത്രവും അടവും കിട്ടിയിരിക്കുന്നത് മിലിറ്ററി സയൻസിൽ നിന്നാണ് എന്ന് ആ ക്ലാസ്സിൽ നന്നായി ഞാൻ പറഞ്ഞിരുന്നു. ഒരു വിപ്ലവത്തിൽ, ഒരു സമരത്തിൽ, ഒരു യുദ്ധത്തിൽ, ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന കക്ഷികൾക്ക്, പാർട്ടികൾക്ക് ഉള്ള ഏക ലക്ഷ്യം എന്ന് പറയുന്നത് അതിൽ ജയിക്കുക എന്നതാണ്. യുദ്ധത്തിൽ ജയിക്കുക, അതാണ് തന്ത്രം. ഇവിടെ തൊഴിലാളി വർഗത്തിന്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളി വർഗത്തിന് അതിൻ്റേതാകുന്ന നേതൃത്വത്തിൽ ഒരു ഭരണം സ്ഥാപിക്കണം. അതാണ് നമ്മുടെ തന്ത്രം. ആ തന്ത്രം നേടിയെടുക്കണമെങ്കിൽ, ആ മഹായുദ്ധത്തിൽ നമുക്ക് ജയിക്കണമെങ്കിൽ ചെറുതും വലുതുമായ പോരാട്ടങ്ങൾ വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സംഘടിപ്പിക്കേണ്ടിയിരിക്കുന്നു. ആ ചെറുതും വലുതുമായ പോരാട്ടത്തെയാണ് നമ്മൾ അടവ് എന്ന് പറയുന്നത്.
ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഈ അടവ് നമ്മൾ സ്വീകരിക്കുന്നത്, അവലംബിക്കുന്നത് 3 വർഷത്തിലൊരിക്കൽ ചേരുന്ന പാർട്ടി കോൺഗ്രസിൽ വെച്ചാണ്. അപ്പൊ രണ്ടാമത് പാർട്ടി പരിപാടിയിലൂടെ നമ്മൾ അവലംബിക്കുന്നത്, സ്വീകരിക്കുന്നത് വിപ്ലവത്തിന്റെ തന്ത്രം ആവിഷ്കരിക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ വിപ്ലവത്തിന്റെ തന്ത്രം അതാണ്. ലക്ഷ്യമെന്ന നിലയ്ക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ജനകീയ ജനാധിപത്യ വിപ്ലവം പൂർത്തീകരിക്കണം. മൂന്നാമത്തേത് വിപ്ലവത്തിന്റെ സ്വഭാവം നിർണ്ണയിക്കണം. രക്തരൂക്ഷിതമായ വിപ്ലവമാണോ, സായുധ വിപ്ലവമാണോ, അത് മഹാത്മാഗാന്ധിജി മറ്റു ഉയർത്തിപ്പിടിച്ചിരുന്നതുപോലെ അഹിംസാ മന്ത്രത്തിൽ അധിഷ്ഠിതമായ സമരമാണോ, വിപ്ലവമാണോ നമ്മൾ നടത്തേണ്ടത്? ആ വിപ്ലവത്തിൻ്റെ സ്വഭാവം എന്തെന്ന് പറയണം. അപ്പം ഇത് മൂന്നുമാണ് നമ്മൾ പാർട്ടി പരിപാടിയിലൂടെ നിർവഹിക്കാൻ പോകുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, വിപ്ലവത്തിൻ്റെ ഘട്ടം നിർണ്ണയിക്കണം, വിപ്ലവത്തിൻ്റെ തന്ത്രം ആവിഷ്കരിക്കണം, അതുപോലെ വിപ്ലവത്തിൻ്റെ സ്വഭാവം നിർണ്ണയിക്കണം. ഇത് മൂന്നുമാണ് പാർട്ടി പരിപാടിയിലൂടെ നമ്മൾ ആവിഷ്കരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ബാക്കി എപ്പിസോഡിൽ നമുക്ക് തുടരാം.